ഹായ് എവരി വൺ. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തേക്കുള്ള രക്തോട്ടം പെട്ടെന്ന് നിലയ്ക്കുന്ന അവസ്ഥയാണ്. അതുമൂലം കൈകാലുകൾക്ക് ബലക്കുറവ്, തരിപ്പ്, പെരുപ്പ്, മുഖത്തിൻ്റെ ഒരു വശം കോടിപ്പോവുക, കാഴ്ച മങ്ങുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം രോഗികൾ സ്ട്രോക്ക് വന്നതിന് ശേഷം റിക്കവറിയിലേക്ക് പോകുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന പ്രതിഭാസം വഴിയാണ്. എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ രാജേഷ് ബി നായർ. ഞാനൊരു റീഹാബിലിറ്റേഷൻ ഫിസിഷ്യനാണ്. സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ തലച്ചോറിലെ ചില പ്രത്യേക ഭാഗങ്ങളിലേക്കുള്ള രക്തോട്ടം ഇല്ലാതാകുന്നു. രക്തോട്ടം വഴിയാണ് തലച്ചോറിന് ആവശ്യമായ ന്യൂട്രീഷനും ഓക്സിജനും ഒക്കെ ലഭിക്കുന്നത്. രക്തോട്ടം ഇല്ലാതാകുന്നതോടെ ആ ഭാഗങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കാതാകുന്നു. ആ ഭാഗങ്ങളിൽ ഹൈപ്പോക്സിയ മൂലമുള്ള ഇഞ്ചുറികൾ വരാൻ തുടങ്ങുന്നു. ഇത്തരം ഇഞ്ചുറികൾ ആദ്യത്തെ 3 അല്ലെങ്കിൽ 4 മണിക്കൂറുകൾ കൊണ്ട് തന്നെ പെർമനന്റ് ഇഞ്ചുറിയായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് സ്ട്രോക്ക് ഉണ്ടായി ആദ്യത്തെ 3 അഥവാ 4 മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് ആ രക്തോട്ടം പുനഃസ്ഥാപിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് സ്ട്രോക്ക് മൂലമുള്ള ഡിസബിലിറ്റി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ കഴിയും. എന്നാൽ പല പേഷ്യൻറ്റിലും ഈ ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചേരാനോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള രക്തോട്ടം പുനഃസ്ഥാപിക്കാനോ കഴിയാറില്ല. അങ്ങനെയുള്ള വ്യക്തികളിലാണ് കൈകാലുകൾക്ക് ബലക്കുറവ്, അല്ലെങ്കിൽ സംസാര വൈകല്യങ്ങൾ, മുഖത്തിൻ്റെ ഒരു വശം കോടിപ്പോവുക, കാഴ്ച മങ്ങുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറ്. ഇത്തരം രോഗികളിൽ സ്ട്രോക്ക് വന്ന് ഒരു വൈകല്യം സംഭവിച്ച രോഗികൾ എങ്ങനെയാണ് റിക്കവറി ഉണ്ടാകുന്നത്? ഈ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ന്യൂറോപ്ലാസ്റ്റിസിറ്റി അഥവാ തലച്ചോറിൻ്റെ പ്രവർത്തിക്കാത്ത ഭാഗങ്ങൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുന്ന അവസ്ഥ. ഇത് 2 തരത്തിലുണ്ട്. ഒന്ന് സ്ട്രക്ചറൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, രണ്ടാമത് ഫങ്ഷണൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. സ്ട്രക്ചറൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളിൽ കാണുന്ന, ശിശുക്കളിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ്. ശിശുക്കൾ ഈ ഒരു പ്രതിഭാസം വഴിയാണ് ഓരോ പുതിയ സ്കില്ലുകളും നേടുന്നത്. അതായത് ഒരു കുട്ടി എഴുന്നേക്കാൻ പഠിക്കുന്നതും, നടക്കാൻ പഠിക്കുന്നതും, ഓടാൻ പഠിക്കുന്നതും ഒക്കെ ഈ ഒരു സ്ട്രക്ചറൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി വഴിയാണ്. പക്ഷേ സ്ട്രോക്ക് പേഷ്യൻസിൽ ഇത്തരം സ്ട്രക്ചറൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി അല്ല കാണുന്നത്. അവിടെ ഫങ്ഷണൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ഒരു പ്രതിഭാസമാണ് കാണുന്നത്. ഈ പ്രതിഭാസം വഴി തലച്ചോറിലെ പ്രവർത്തനരഹിതമായ ചില ഭാഗങ്ങൾ ഇപ്പോൾ പ്രവർത്തനം നഷ്ടപ്പെട്ട ഭാഗത്തിൻ്റെ ഫങ്ഷൻ ടേക്ക് ഓവർ ചെയ്യുന്നു. ആ ഫങ്ഷൻ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബ്രെയിനിൽ വരുത്താൻ കഴിയുന്നത്? ഇതിനായി ചില ടെക്നിക്കുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി. ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി മൂലം തലച്ചോറിലേക്കുള്ള രക്തോട്ടം വർദ്ധിക്കുകയും തലച്ചോറിൽ എത്തുന്ന ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എത്തുന്ന ഓക്സിജൻ തലച്ചോറിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ കോശങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് നഷ്ടപ്പെട്ട പ്രവർത്തനം വീണ്ടും ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇത്തരം മാറ്റങ്ങൾ തലച്ചോറിൽ ഉണ്ടാകാനായി ഏകദേശം 30 മുതൽ 45 ദിവസം വരെ, ദിവസത്തിൽ ഏകദേശം 45 മിനിറ്റ് മുതൽ 1.5 മണിക്കൂർ വരെ സമയം ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി നൽകേണ്ടതാണ്. രണ്ടാമത്തെ ഒരു മാർഗം ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ബ്രെയിനിനെ, നമ്മുടെ തലച്ചോറിനെ 2 രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാം. ഒന്ന് ഡയറക്റ്റായി സ്റ്റിമുലേറ്റ് ചെയ്യാം, മറ്റൊന്ന് ഇൻഡയറക്റ്റായി സ്റ്റിമുലേറ്റ് ചെയ്യാം. ഡയറക്റ്റായി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളതിന് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നാണ് പറയുക. 2 രീതിയിൽ അത് ചെയ്യാം. ഒന്ന് ഒരു മാഗ്നറ്റിൻ്റെ സഹായത്തോടെ, അതിന് ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ ട്രാൻസ്ക്രേനിയൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ എന്ന് പറയും. ഈ 2 രീതിയിലും ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി ബ്രെയിനിൽ ഇതുപോലെ ഉറങ്ങിക്കിടക്കുന്ന കോശങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് നമുക്ക് ഫങ്ഷണൽ റീസ്റ്റോറേഷൻ പോസിബിൾ ആണ്. പക്ഷേ ഈ മാർഗത്തിനുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. നമുക്കത്ര റെഡിലി അവൈലബിൾ അല്ല. എല്ലാ ഹോസ്പിറ്റലുകളിൽ ഈ സൗകര്യങ്ങളില്ല. അങ്ങനത്തെ ചില പോരായ്മകൾ കൊണ്ട് ഈ ഒരു ചികിത്സ എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു. മറ്റൊരു മാർഗം പെരിഫറൽ സ്റ്റിമുലേഷൻ, ഡയറക്റ്റ് സ്റ്റിമുലേഷൻ അല്ലാത്ത തരത്തിലുള്ള സ്റ്റിമുലേഷനാണ്. അതിൽ ഏറ്റവും പ്രധാനം ഹാൻഡ് ഫങ്ഷൻസ് ആണ്. നമുക്ക് ഇന്ന് പലതരത്തിലുള്ള അഡ്വാൻസ്ഡ് ഹാൻഡ് ഫങ്ഷൻ ടൂൾസ് അവൈലബിൾ ആണ്. ഇത്തരം ടൂൾസുകളുടെ സഹായത്തോടെ കൈകളിൽ നിന്നുള്ള പ്രൊപ്രിയോസെപ്റ്റീവ് ഇൻപുട്ട്, അതായത് ജോയിൻറ്റുകളുടെ പൊസിഷൻ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയും. ഇത്തരം ഹാൻഡ് ഫങ്ഷൻസ് അഡ്വാൻസ്ഡ് എക്യുപ്മെൻ്റായ സ്മാർട്ട് ഗ്ലൗ, പെഗ് ബോർഡ് തുടങ്ങിയ ഉപകരണങ്ങളുടെ സഹായത്തോടെ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും. ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി സംഭവിക്കുന്നത് ആദ്യത്തെ 3 മാസക്കാലത്താണ്. അതായത് സ്ട്രോക്ക് സംഭവിച്ച ആദ്യത്തെ 90 ദിവസ സമയം. 90 ദിവസം കഴിയുന്നതോടെ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി സംഭവിക്കുന്നതിൻ്റെ വേഗത കുറഞ്ഞു വരാൻ തുടങ്ങും. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഏകദേശം 6 മാസത്തോടെ തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഏകദേശം സ്റ്റാൻഡ് സ്റ്റിൽ ആകുകയും, അതായത്
മാറ്റങ്ങളുടെ ആ ഒരു ചേഞ്ച് തീരുകയും അതിനുശേഷം കാര്യമായ മാറ്റങ്ങളൊന്നും വരാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ന്യൂറോ റീഹാബിലിറ്റേഷൻ ഫോർ സ്പാസ്റ്റിസിറ്റി ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. എത്രയും പെട്ടെന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഒരു റിക്കവറിയിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. ഒരിക്കൽ സ്ട്രോക്ക് വന്ന പേഷ്യൻ്റ് ആ സ്ട്രോക്കിൻ്റെ അക്യൂട്ട് ഫേസ് കഴിയുന്നതിനോടൊപ്പം തന്നെ, അതായത് ഒരിക്കൽ സ്ട്രോക്ക് വന്നു, പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, പക്ഷേ ആ ടൈം വിൻഡോ കടന്നുപോയി, ആൾക്ക് ഒരു ഡിസബിലിറ്റി, ഒരു വശം വീക്ക്നെസ്സോ അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഒരു വശം കൂടിപ്പോവുകയോ ഒക്കെ സംഭവിച്ചു. അതിനുശേഷം ഒരു 3-4 ദിവസങ്ങളെടുക്കും ഈ വ്യക്തി ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ ആവാൻ, ആളുടെ പ്രഷർ കൺട്രോൾ ആവാൻ അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ആവാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് 3-4 ദിവസം എടുക്കാറുണ്ട്. ഈ ദിവസം മുതൽ അടുത്ത 3 മാസക്കാലം വളരെ ക്രൂഷ്യലാണ്. ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പിയുടെ സഹായത്തോടെയും ഹാൻഡ് ഫങ്ഷൻ ടൂളുകളുടെ സഹായത്തോടെയും അതല്ലെങ്കിൽ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ പോലെയുള്ള സൗകര്യങ്ങൾ അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ സഹായത്തോടെ എത്രയും പെട്ടെന്ന് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിക്കവറി എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാത്ത രോഗികൾ പലരും നിർഭാഗ്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ എവിടെയാണ് ലഭിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കാം ഈ സൗകര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോവുകയും അവർ ജീവിതകാലം മുഴുവനും ഈ ഒരു വൈകല്യവുമായി ജീവിക്കേണ്ടി വരികയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രേക്ഷകരിൽ ഒരുപക്ഷെ സ്ട്രോക്ക് സർവൈവേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഇതുപോലെ സ്ട്രോക്ക് വന്നിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സമ്പൂർണ്ണമായ റീഹാബിലിറ്റേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാന ഹെൽത്തിനെ സമീപിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്